അപ്പോൾ കേരളം ഇപ്പോൾ ആഘോഷത്തിലാണ്, സമര വിജയം കണ്ടെത്തുകയാണ്. വിജയം കണ്ടെത്തിയൊക്കെയാണ്. ഭയങ്കര സന്തോഷം. കാരണം ഇത് എനിക്ക് ഭയങ്കര പേഴ്സണലി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു വിജയം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് പുച്ഛിച്ചിരുന്നു ജെൻസി പിള്ളേരെയൊക്കെ. ലൈക്ക് ഞാനൊരു മിലീനിയലാണ്. അപ്പോൾ ജെൻസി എന്ന് പറയുന്നത് ഒരു പുച്ഛത്തോടു കൂടിയൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. പക്ഷേ അവരെ ലൈക്ക് അവർക്ക് നേടാൻ പറ്റാത്തതൊന്നുമില്ല എന്നുള്ള രീതിയിൽ കാണിച്ചു. പിള്ളേരുടെ അടുത്ത് തൊട്ട് കളിച്ചാൽ ഗവൺമെൻറ് അക്കളിക്കളി സൂക്ഷിച്ചെന്ന് നമ്മൾ പണ്ട് പറയണ പോലെ അങ്ങനെ അതൊരു സത്യമായി മാറി. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. അത് അവരുടെ ഒരു 3 ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇനിയും ആവശ്യങ്ങളുണ്ട്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് അതായത് കുറേ ആളുകൾ ചോദിക്കുന്നത് അപ്പൊളിറ്റിക്കൽ, അതായത് പൊളിറ്റിക്കൽ വ്യൂസ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നത് ഓക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ വ്യൂ വളരെ വ്യക്തമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ നമ്മളുടെ നിലപാടുകളെ നമ്മൾ എവിടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിനെയൊക്കെ സൂചിപ്പിക്കുന്ന സാധനമാണ് നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂ. അപ്പൊളിറ്റിക്കൽ ആകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സേഫസ്റ്റ് സൈഡാണ്. അതായത് അതിലും ഇല്ല ഇതിലും ഇല്ല, ഒന്നിലും പെടാതെ ഇങ്ങനെ നിൽക്കുക. അത് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഒരു സിമ്പൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. സോ ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ പേളിമാണിയുടെ അഭിപ്രായം പറഞ്ഞത് ഇപ്പോൾ വളരെ രീതിയിൽ പേളിമാണി, സത്യം പറഞ്ഞാൽ പേളിമാണി നരേന്ദ്രമോദി പോസ്റ്റ് ഇട്ടതിന് തൊട്ട് പറയുകയാണ് പേളിമാണി പോസ്റ്റ് ഇട്ടത്, ഒരു 5 പേജുള്ള പോസ്റ്റ് ഇട്ടത്. സോ ഈ നരേന്ദ്രമോദി പോസ്റ്റ് ഇട്ടതിന് ശേഷം വന്ന എല്ലാ സെലിബ്രിറ്റീസും ഒരു സേഫ് സൈഡിലായിരുന്നു പോസ്റ്റ് ഇട്ടിരുന്നത്. അവിടെയില്ല ഇവിടെയില്ല. അതായത് ഈ യൂത്ത് സ്റ്റുഡൻസിൻ്റെ എക്സാം ആവശ്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകളിൽ പിടിച്ചിട്ടാണ് അവർ പോസ്റ്റ് ഇട്ടിട്ടിരുന്നത്. അല്ലാതെ ഇവരുടെ കറക്റ്റായിട്ടുള്ള ഉദ്ദേശം ശുദ്ധിയോടുകൂടി അല്ല ഇവർ ആരും അതിനൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വന്നത്. കാരണം എന്തെങ്കിലും ഞാൻ എഴുതണമല്ലോ, ഇത്രയും വലിയൊരു സംഭവം നടക്കുവാണ്, അപ്പം ഞാൻ എന്തെങ്കിലും എഴുതണമല്ലോ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി എഴുതിയത് പോലെയാണ് തോന്നിയത്. പേളിമാണി മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റീസ് അങ്ങനെ നരേന്ദ്രമോദി പോസ്റ്റിന് ശേഷം വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു സേഫ് സോണിൽ ഉള്ള കളിയായിട്ടാണ് ഫീൽ ചെയ്തത്. സിബി മലയിൽ കുറേ പേര് പറയുന്ന മകനെയാണ് പറഞ്ഞതെന്നുള്ളൂ. സോ മകനെയാണെങ്കിലും അങ്ങനെ ഒരാൾ ഫെയിൽഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല പേളിമാണി ജനിക്കുന്നതിന് മുന്നേ സിനിമ ചെയ്യാൻ തുടങ്ങിയ ആളാണ് സിബി മലയിൽ. 85 മുത്തരങ്ങുന്ന് PO തൊട്ട് ഇപ്പോൾ 2024 കൊത്ത് വരെയും പുള്ളി ചെയ്ത സിനിമകൾ എന്ന് വെച്ചാൽ ലൈക്ക് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ ചെയ്തിട്ടുള്ള. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിലെയാണ്. അതുപോലെ മമ്മൂക്കായുടേത് നമ്മുടെ തനിയാവർത്തനം. ഇതൊക്കെ സിബി മലയിൽ ചെയ്ത സിനിമകളാണ്. ഇതിൻ്റെ കൂടാതെ ഹിസ്സൈനസ് അബ്ദുള്ള, കമലദളം, അങ്ങനെ ഒരു വലിയൊരു നിര സിനിമകൾ തന്നെ ചെയ്തിട്ടുള്ളൊരു ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ ആളെ പുച്ഛിക്കുക അല്ലെങ്കിൽ ആളുടെ മകനെ പുച്ഛിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സെലിബ്രിറ്റി പദവിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ചേർന്ന ഒരു ഇതല്ല. മേ ബി അതൊരു സ്ലിപ്പ് ഓഫ് ദി ടങ് ആയിരിക്കും, അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കര വലുതായിരുന്നു എന്നുള്ളതാണ്. അല്ല, ഈ സമരം വിജയിച്ചതിന്റെ പിന്നാലെ കുറെ ആളുകൾ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഓ ശരിയാണ്. ഇന്ന് രാവിലെ ചെയ്തിട്ടപ്പോൾ കുറച്ച് കോൺഗ്രസ് ആളുകളൊക്കെ ലൈക്ക് ചില അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ കണ്ടു, നമ്മളത് നേടിയെടുത്തു അങ്ങനെയൊക്കെ പറയുന്ന. മുഖ്യമന്ത്രി VD സതീശന്റെ പോസ്റ്റ് കുറച്ചധികം അല്ല, നമ്മൾ എന്ത് സംഭവങ്ങളാണെങ്കിലും നടന്നു കഴിയാൻ നേരത്തെ അതിൻ്റെ ക്രെഡിറ്റ് ഊറ്റിയെടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. എല്ലാ സമയത്തും അങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇത്രയും വലിയൊരു സക്സസ്ഫുൾ സമരം കഴിഞ്ഞപ്പോൾ വന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി. നമുക്കറിയാം ഇത് ആരാണിത് നേടിയെടുത്തത്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു സംഭവം ഇന്ത്യനെ മൊത്തത്തിൽ ഇളക്കിയൊരു സംഭവമായി മാറിയത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് ജെൻസി പിള്ളേരെല്ലാം കൂടി ഒത്തുകൂടി നിന്നതും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ വന്നതും പിന്നെ സോനം വാങ്ചുക്കാണ് ഒക്കെ തുടക്കമിട്ടത്. സോ ഇത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇവരൊക്കെ തന്നെയാണ് ഇത് നേടിയെടുത്തത് എന്നുള്ളത്. സോ ഇതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന അവകാശവാദങ്ങളൊക്കെ ഇൻവാലിഡാണ്. അതേപോലെ തന്നെ ജാൻമണീനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് കുറെ ഇത് വന്നു. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വെച്ച് കൊടുത്ത ഒരു ബൈക്കിന് ഇപ്പൊ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിന് അതിന്റെ മാതാവിനെ
പ്രധാനമന്ത്രിയുടെ മാതാവിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ്, ജാൻമണി പറഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്ന് വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട്. മാതാവിനെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടില്ല. ബട്ട് പ്രധാനമന്ത്രിയെ പറ്റി ഫ്രണ്ട് എന്ന് ആ സാധനം ഞാൻ കണ്ടു, അതുമാത്രം ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ഞാൻ പറയുവാണ്, ഇപ്പോൾ ജാൻമണി എനിക്ക് അന്നും ഇന്നും എന്നും പ്രിയപ്പെട്ട ഒരാളാണ്. ജാൻമണീനെ എനിക്ക് സ്നേഹം തോന്നിയത് ഡൽഹി പോയതുകൊണ്ടല്ല. അപ്പോൾ ഡൽഹി പോയതുകൊണ്ട് മാത്രം ഒരു ട്രാൻസ് വ്യക്തിക്ക് സ്നേഹം കിട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിരോധാഭാസം അതിനകത്തുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യം ഉണ്ടാകാൻ നേരത്ത് അതിൻ്റെ ഭാഗമായിട്ട് പോകണം, ഒരാളുടെ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ എന്നുള്ളൊരു സാധനം അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയല്ല. ജാൻമണീനെ എനിക്ക് ബിഗ് ബോസിൽ പോയ സമയം തൊട്ടേ അല്ലെങ്കിൽ അതിനു മുമ്പേ അറിയാവുന്ന ആളാണ് ജാൻമണി. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്നേഹവും റെസ്പെക്റ്റും ഉള്ള ആളാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴാണ് ജാൻമണിയോടുള്ളൊരു സ്നേഹം ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്? ഡൽഹി പോയത് കൊണ്ട് ആ ഒരു പേരിൽ മാത്രം സ്നേഹിക്കപ്പെടരുത്. അല്ലാതെ നമ്മളൊരു ബേസിക് ഹ്യൂമൻ ബീയിങ്ങിന് അർഹിക്കുന്ന സ്നേഹം, റെസ്പെക്റ്റ് അതൊക്കെ ജാൻമണിയും ഈ ലോകത്തുള്ള എല്ലാവരും അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എടിമാണി ചേച്ചീനെ രഞ്ജിനി ഹരിദാസിനെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യണ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യെസ്, അതായത് പഴയ ബിഗ് ബോസിലെ ക്ലിപ്പുകളൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ ലൈക്ക് സോഷ്യൽ മീഡിയയിലെ സംഭവങ്ങൾ എന്തായാലും ഒരു 2 ആഴ്ചയുടെ കൂടുതൽ ഉണ്ടാവത്തില്ല. സോ അത് കുറച്ച് നാളതിങ്ങനെ ഓടിക്കളിക്കും. പിന്നെ ഓഫ് കോഴ്സ് അത് യെസ് എന്നുള്ള രീതിയിലാണ് വരുന്നതൊക്കെ. അത് ലൈക്ക് അത് പേളി ഒരു ഫേസ് എന്താണേലും ഓഫ് കോഴ്സ് അങ്ങനെ ഒരു കമ്പാരിസൺ വരും. കാരണം രഞ്ജിനി ഇതിനു വേണ്ടി ഡൽഹിയിൽ പോയി പ്രൊട്ടസ്റ്റ് നടത്തിയ ആളാണ്. ഇവിടെ പേളിമാണി അതിനനുസരിച്ച് സൈലൻ്റ് ആയിട്ട് നിന്ന ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവർ തമ്മിൽ ഒരു കണക്ഷൻ, മുമ്പിലത്തെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. ആ ഒരു കമ്പാരിസൺ സ്വാഭാവികമായിട്ട് വരും. കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ്. ഈ ബിഗ് ബോസ് കണ്ടൻറ്റൊക്കെ അവരുള്ള സമയം വരെ നിലനിൽക്കുന്ന കണ്ടന്റുകളാണ്. അപ്പോൾ ഓഫ് കോഴ്സ് പേളിമാണി രഞ്ജിനി എന്നുള്ള ഒരു കമ്പാരിസൺ വരും എന്നുള്ളതാണ്. അത് പേളി ഫേസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ, പേളി ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സേഫ് സോണിലുള്ളൊരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് കിട്ടുന്ന ക്രിറ്റിസിസമാണ്. അത് കേട്ടേ പറ്റൂ. അല്ല, ഇപ്പൊ ഇത്ര അധികം വിജയം കണ്ട സ്ഥിതിക്ക് ഈ ഭരണം മാറുമെന്ന് വിചാരിക്കുന്നത് നിലവിൽ ഭരിക്കുന്ന ഇല്ല അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. കാരണം എന്തായാലും ഭരണം അവർ തന്നെ തുടരും. പക്ഷേ മിനിസ്റ്റർ മാറും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമുക്കത് വളരെ വ്യക്തമാണല്ലോ. നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെങ്കിലും ഇനി അടുത്ത ഇതിലുണ്ടാവും, ഇലക്ഷനിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടിട്ട് ഭരണം മാറാൻ പറ്റുമോ എന്നുള്ളത് അതെനിക്കറിയത്തില്ല. ഐ റിയലി ഡോണ്ട് നോ.